ഉൽപ്പത്തി 30:43. ഇപ്രകാരം യാക്കോബ് വലിയ സമ്പന്നനായി. അവന് ധാരാളം ആടുകളും ദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായി. അവൾ ഇസഹാക്കിൻ്റെ അനുഗ്രഹം യാക്കോബിൻ്റെ മേൽ പകരപ്പെട്ടു. തലമുറകളിലൂടെ ഈ അനുഗ്രഹം ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, ഇന്നും ഇസ്രായേൽ എന്ന രാജ്യം, യാക്കോബ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെയാണത് ഇസ്രായേൽ. യാക്കോബ് തന്നെയാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനതയാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, വിശുദ്ധ ജനമാണ്. ലോകത്തിലെ അതിശക്തമായ ജനത. ഒരു കുഞ്ഞ് പൊട്ടുപോലെ ഒരു സ്ഥലം, നമ്മുടെ കോട്ടയം ജില്ലയുടെ അത്രയും പോലും ഇല്ലാത്ത ഒരു സ്ഥലത്തെ ജനം, യാക്കോബിൻ്റെ സന്തതി പരമ്പരകൾ ഇന്ന് ലോകത്തെ അടക്കി വാടും നമ്മൾ കാണുകയാണ്. എല്ലാറ്റിലും അവർ മുൻപന്തിയിൽ തന്നെയാണ്. അബ്രാഹാം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു. യാക്കോബ് പിന്നീട് നമ്മൾ വായിക്കുന്നു, ഉൽപ്പത്തിയിൽ വായിക്കുന്നുണ്ട്, തൻ്റെ മക്കൾ എല്ലാവരും 12 മക്കളെയും അവരുടെ തലമുറകളെയും അനുഗ്രഹിക്കുകയാണ്. ആ തലമുറകളിലൂടെ അനുഗ്രഹം ഒഴുകണം. ഓരോ അപ്പൻ്റെ അമ്മയുടെയും വലിയൊരു ഉത്തരവാദിത്വമാണിത്. മക്കളെ നമ്മൾ അനുഗ്രഹിക്കണം. മക്കളിലൂടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. ഹല്ലേലൂയ. വിജാതീയ വിഭാഗത്തിന് മാതാപിതാക്കന്മാർ പ്രോത്സാഹനം കൊടുക്കരുത്, അതിന് സപ്പോർട്ട് ചെയ്യരുത്. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും വിജാതീയ സമൂഹത്തിൽപ്പെട്ട വ്യക്തി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വരണം, ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് വരണം. യേശുവിനെ അറിഞ്ഞ് ബോധ്യപ്പെട്ട് സ്നാനമൊക്കെ സ്വീകരിച്ച് അങ്ങനെ ദേവാലയത്തിൽ വെച്ച് വിവാഹമൊക്കെ കഴിച്ച് ഒന്നിച്ച് ജീവിച്ച് മക്കളുണ്ടായി ആ വിശ്വാസത്തിന് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലതാണ്. അല്ലാതെ രണ്ടുപേരും രണ്ട് വിശ്വാസങ്ങളെയും മുന്നോട്ട് പോവുകയും ഈ കുഞ്ഞുങ്ങളെ ആഴമായ ക്രൈസ്തവ വിശ്വാസത്തിൽ നയിക്കാതിരിക്കുകയും ചെയ്യുന്നത് വലിയ തെറ്റ് തന്നെയാണ്. സഭയുടെ 2000 വർഷത്തെ പാരമ്പര്യ വിശ്വാസങ്ങൾ, തിരിച്ച് വിശുദ്ധ കുർബാന, അത് കഴിഞ്ഞേ ബാക്കിയെല്ലാം ഉള്ളൂ. മാതാവ്, വിശുദ്ധർ, സഭ, ഇതൊക്കെ വിട്ടിട്ട് എത്രയോ പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. ഇതൊക്കെ ഒത്തിരി വേദനാജനകമായ കാര്യങ്ങൾ തന്നെയാണ്. ഇത് മാതാപിതാക്കന്മാർ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എസ്രായുടെ പുസ്തകത്തിൽ വിജാതി വിവാഹത്തെക്കുറിച്ച് ശക്തമായിട്ട് പറയുന്നുണ്ട്. 9-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. ഇത്രയുമായപ്പോൾ ജനനേതാക്കന്മാരിൽ ചിലരിനെ സമീപിച്ച് പറഞ്ഞു, ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും കാനാന്യർ, ഹിത്യർ, പെരീസ്യർ, ജബൂസ്യർ, അമ്മോന്യർ, മൊവാബ്യർ, ഈജിപ്തുകാർ, അമോര്യർ എന്നിവരിൽ നിന്ന് അകന്നു വർദ്ധിക്കാതെ അവരുടെ മ്ലേച്ഛതകളിൽ മുഴുകിയിരിക്കുന്നു. അത് വിജാതിരുടെ മ്ലേച്ഛതകളിൽ ഞങ്ങൾ മുഴുകാനായിട്ട് പാടില്ല. ഇസ്രായേല്യർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി അവിടെ പുത്രിമാരെ സ്വീകരിച്ചു പാടില്ല. അങ്ങനെ വിശുദ്ധ വംശം തദ്വേഷവാസികളുമായി കലർന്ന് അശുദ്ധരായിത്തീർന്നു, വിജാതി വിവാഹത്തിലേക്ക് പോയി. ഈ അവിശ്വസ്തതയിൽ മുന്നിട്ടു നിൽക്കുന്നത് ശുശ്രൂഷകരും നേതാക്കളുമാണ്. നോക്കൂ, ഈ അവിശ്വസ്തത, അതായത് വിജാതീയ വിഭാഗത്തെ വിശുദ്ധ ബൈബിൾ അവിശ്വസ്തത എന്നാണ് പറയുന്നത്. ഈ അവിശ്വസ്തതയിൽ മുന്നിട്ടു നിൽക്കുന്നത് ശുശ്രൂഷകരും നേതാക്കന്മാരുമാണ്. ഈ അടുത്ത നാളിൽ ഒരു ശുശ്രൂഷകൻ എന്നോട് പങ്കുവെച്ച അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകനും മകളുമുണ്ട്. മകള് കോളേജിൽ PGക്ക് മറ്റോ പഠിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ ഇവരറിയുന്നു വിജാതിനായ ഒരാളിനോടൊപ്പം രജിസ്റ്റർ ചെയ്ത് അവൻ്റെ വീട്ടിലേക്ക് പോയി. ഹൃദയം തകർന്ന ആ സഹോദരൻ പോലീസ് സ്റ്റേഷനിൽ വെച്ചൊക്കെ പറഞ്ഞു, മകളെ തിരിച്ചു വിളിച്ചു, അവരൊക്കെ കരഞ്ഞു പറഞ്ഞു. പക്ഷെ അവൾ അതിന് വഴങ്ങിയില്ല. ചില ശുശ്രൂഷയുടെയൊക്കെ മക്കൾ അങ്ങനെ വഴിവിട്ട് പോയിട്ടുണ്ട്. ഇവിടെ പറയണം, അവിശ്വസ്തതയിൽ മുന്നിട്ട് നിൽക്കുന്നത് ശുശ്രൂഷകരും നേതാക്കന്മാരുമാണ്. ഇത് കേട്ടു ഞാൻ വസ്ത്രവും മേലങ്കി കീറി. എസ്ര വസ്ത്രവും മേലങ്കി കീറി
മുടിയും താടിയും വലിച്ചു പറിച്ചു. സ്തബ്ധനായിരുന്നു. കാരണം നേതൃത്വത്തിൽ നിൽക്കുന്നവർ, ദൈവശുശ്രൂഷകരുമൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുക. സായാഹ്ന ബലിയുടെ സമയം വരെ ഞാൻ അങ്ങനെ ഇരുന്നു. സ്തബ്ധനായി, മനസ്സ് തകർന്നുപോയി. മടങ്ങിയെത്തിയ പ്രവാസികളുടെ അവിശ്വസ്തതയെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവം അഴിച്ചത് വാക്കുകേട്ട് പരിഭ്രാന്തരായ എല്ലാവരും എൻ്റെ ചുറ്റും കൂടി. ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ സ്വന്തം ജനം വിജാതി വിഭാഗത്തിന്, വിവാഹ ആചാരങ്ങൾക്കുമൊക്കെ മുൻഗണന കൊടുത്തുകൊണ്ട് പോകുന്നത് കണ്ട് പ്രവാചകൻ വേദനിക്കുകയാണ്, ദൈവം വേദനിക്കുകയാണ്. നേതൃത്വത്തിൽ നിൽക്കുന്നവർ തന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്നു, അതിനെ വളരെ ഈസി ആയിട്ട് കാണുന്നു, അതിന് ഗൗരവം കൊടുക്കുന്നില്ല. ഇതൊരു ശരിയായ പോക്കല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ 10 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ഞങ്ങളുടെ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ എന്ത് പറയേണ്ടു? ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളെ ലംഘിച്ചു. അവിടുത്തെ ദാസന്മാരായ പ്രവാചകന്മാരുടെ അങ്ങ് അരുളി ചെയ്തു, നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശം തദ്ദേശവാസികളുടെ മ്ലേച്ഛതകൾ കൊണ്ട് മലിനമാണ്. ആ ദേശത്തുള്ള മ്ലേച്ഛത കൊണ്ട് മലിനമാണ്. അവർ അത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മ്ലേച്ഛത കൊണ്ട് നിറച്ചിരിക്കുന്നു. വിജാതിയർ മ്ലേച്ഛത കൊണ്ട്, പാപവും അശുദ്ധിയും ദുരാചാരങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അതിനാൽ നിങ്ങളുടെ പുത്രിമാർ അവരുടെ പുത്രന്മാർക്കോ അവരുടെ പുത്രിമാർ നിങ്ങളുടെ പുത്രന്മാർക്കോ ഭാര്യമാർ ആകരുത്. ഒരിക്കലും അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർ സ്വീകരിക്കരുത്. നിങ്ങളുടെ പുത്രിമാരെ അങ്ങോട്ടും കൊടുക്കാൻ പാടില്ല. അങ്ങനെ വിവാഹമെന്ന പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം അതിശക്തമായിട്ട് ഇവിടെ പറയുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് മാതാപിതാക്കന്മാർ വില കൊടുക്കണം. വിജാതീയ വിവാഹത്തെ കണ്ണുമടച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് പാടില്ല. അവരുടെ സമാധാനവും സമൃദ്ധിയും തേടരുത്. വിജാതിയർക്ക് സമൃദ്ധി കാണും, സമ്പത്ത് കാണും, പലതും കാണും. അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. നിങ്ങൾ ശക്തി ആർജിച്ച് ദേശത്തെ വിഭവങ്ങൾ അനുഭവിക്കുകയും അത് മക്കൾക്ക് ശാശ്വത അവകാശമായി കൊടുക്കുകയും ചെയ്തതിന് അവർക്ക് സമാധാനവും ഐശ്വര്യവും കാക്ഷിക്കരുത്. വിജാതിയുടെ ആ ഒരു നേട്ടത്തിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല. ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും മഹാപാപങ്ങളും നിമിത്തം ഞങ്ങൾക്ക് വന്നു ഭവിച്ചിരിക്കുന്ന ശിക്ഷ ഞങ്ങൾ അർഹിക്കുന്നതിൽ കുറവാണ്. ഞങ്ങളിൽ ഒരു ഭാഗത്തെ അവിടുന്ന് അവശേഷിപ്പിച്ചിരിക്കുന്നു. ഇനിയും ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ച് ഈ മ്ലേച്ഛത പ്രവർത്തിക്കുന്ന ജനങ്ങളുമായി വിവാഹബന്ധത്തിലേർപ്പെടുകയോ വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടുകയോ ഞങ്ങളിൽ ആരും രക്ഷപ്പെടുകയോ അവശേഷിക്കുകയോ ചെയ്യാത്ത വിധം അങ്ങ് കോപത്താൽ ഞങ്ങളെ നശിപ്പിക്കുകയില്ലേ? ഇത് നാശത്തിലേക്കുള്ളൊരു യാത്രയാണ്. കുടുംബ മഹിമ അല്ലെ തലമുറ, ഇതൊക്കെ നമ്മുടെ പിതാക്കന്മാരെ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിലൊക്കെ യഥാർത്ഥമായിട്ട് സത്യമുണ്ട്, കാര്യങ്ങളുണ്ട്. പ്രിയ മാതാപിതാക്കന്മാരെ, മക്കളുടെ ഇഷ്ടത്തിന് അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ട് പാടില്ല. മാതാപിതാക്കന്മാർ മക്കളെ വളരെ ബാല്യത്തിൽ തന്നെ അച്ചടക്കത്തിലും അനുസരണയിലും പ്രാർത്ഥനയുമൊക്കെ വളർത്തിക്കൊണ്ട് വരണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഴമായ ക്രൈസ്തവ വിശ്വാസം കൊടുക്കണം. അവർ സഭയെ സ്നേഹിക്കണം. സഭയെ അവർ അമ്മയായിട്ട് കാണുവാൻ തക്കവണ്ണോടെ വിശ്വാസം ഉണ്ടാകണം. സഭയെ അമ്മയായിട്ട് കാണണം. വൈദികരെ, സന്യസ്തരെയൊക്കെ അവർ സ്നേഹിക്കണം, അംഗീകരിക്കണം. ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം നമുക്കറിയാം. ഒത്തിരിയേറെ സഭയും അധികാരികളുമൊക്കെ വേദനിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മുടെ മക്കൾക്ക് ബലം കൊടുക്കേണ്ടിയിരിക്കുന്നു. അത് വിജാതീയ വിവാഹത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന മാതാപിതാക്കന്മാർ പിന്നീട് ഏറെ സങ്കടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തെറ്റുപറ്റിപ്പോയി. ഏതാനും നാൾ മുമ്പ് ഒരു മകൾ പറഞ്ഞ അനുഭവമാണ്. അവൾക്കിപ്പോൾ 3 കുഞ്ഞുങ്ങളുണ്ട്. വിവാഹം കഴിച്ചു. ഭർത്താവ് മറ്റൊരു സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്.
അന്നവർ ആ ഭർത്താവ് വിവാഹം കഴിക്കാൻ വേണ്ടി മാമോദിസ സ്വീകരിച്ചു. അങ്ങനെ മാമോദിസ സ്വീകരിച്ച് പള്ളിയിൽ വെച്ച് വിവാഹമൊക്കെ നടത്തി. ആദ്യത്തെ കുട്ടിയുണ്ടായി. പിന്നീട് മാമോദിസയെക്കുറിച്ചൊക്കെ ആലോചന വന്നപ്പോൾ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും പറഞ്ഞു, ഒരു കാരണവശാലും മാമോദിസ മുക്കാൻ പറ്റില്ല. അത് വലിയൊരു വിഷയമായി. പിന്നെ ഭർത്താവ് ആർമിയിലെ ഉദ്യോഗസ്ഥനാണ്. നിരന്തരം ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ തുടങ്ങി, ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ സഹനത്തിലായി. പിന്നീട് വീണ്ടും 3 മക്കളുണ്ടായി. കുഞ്ഞുങ്ങളെ ആരെയും മാമോദിസ മുക്കിട്ടില്ല. ഒരു അടിമയെപ്പോലെ ആ പെൺകുട്ടി ആ വീട്ടിൽ ജീവിക്കുക. ഒരടിമയെപ്പോലെ 3 കുഞ്ഞുങ്ങളെ നോക്കി അവരുടെ ചവിട്ടും തൊഴിയുമൊക്കെ മേടിച്ച് അങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുക. ജീവിതത്തിൽ ഒരിക്കലെടുത്ത ഒരു തീരുമാനം തെറ്റിപ്പോയതാണ്. ഭർത്താവ് അവരുടെ വിശ്വാസത്തിലും ആചാരത്തിലുമാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതുമൊക്കെ. ഭാര്യ നിസ്സഹായമാണ്. ഇത് ജീവിതത്തിലെ ഒരു അനുഭവം എന്നോട് ഒരു ഫാമിലി പങ്കുവെച്ചാണ്, ഈ മകൾ പങ്കുവെച്ച അനുഭവമാണ്. വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വളരെ ജാഗ്രത നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു. ഞാനിത് പറയുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എൻ്റെ അഭിപ്രായങ്ങളല്ലിത്. ഇത് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു. ആ വചനമാണ് ഇതിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഹല്ലേലൂയ. വളരെയേറെ ജാഗ്രതയിലേക്ക് സഭാസമൂഹത്തിലെ നേതൃത്വത്തിലുള്ളവർ ഇക്കാര്യത്തിൽ നിന്ന് ശ്രദ്ധിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. മാതാപിതാക്കന്മാരെ, മക്കളുടെ കാര്യത്തിൽ ജാഗ്രത ഉള്ളവരായിരിക്കുക. ജഡിക സുഖത്തിൻ്റെ പിന്നാലെ, അതുപോലെ തന്നെ മയക്കുമരുന്നും മറ്റു തിന്മകളും പാപങ്ങളും സ്വയംഭോഗവും സ്വർഗഭോഗവും വ്യഭിചാരമൊക്കെ ചെയ്യാനായിട്ട് യുവതലമുറയ്ക്ക് ഒരു മടിയില്ലാതെ വിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. നമുക്ക് ദൈവസന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കാം. മാതാപിതാക്കന്മാരെ, മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊള്ളുക. നമ്മുടെ മക്കൾ വഴിവിട്ട് ജീവിക്കരുത്. നമ്മുടെ മക്കൾ ജഡിക പാപങ്ങൾക്ക് അടിമകളാകരുത്, മയക്കുമരുന്ന് അടിമകളാകരുത്, വിജാതീയ പ്രേമബന്ധങ്ങളിലും വിവാഹത്തിലും അവർ കുടുങ്ങരുത്. അവർക്കതിനുള്ള ബോധ്യം കൊടുക്കണം. അവരെ സുഖിപ്പിച്ചു നിർത്തുന്ന ഒരു പരിപാടിയിലേക്ക് മാതാപിതാക്കന്മാർ പോകരുത്. മാതാപിതാക്കന്മാർക്ക് നിശ്ചയദാർഢ്യം വേണം. അവരെ വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ നയിക്കുവാനായിട്ട് മാതാപിതാക്കന്മാർക്ക് സാധിക്കണം. ഇതുപോലെ വേദനിക്കുന്ന പല മാതാപിതാക്കന്മാരുമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തെറ്റായ പ്രേമബന്ധങ്ങളിലും വിജാതീയ പ്രേമബന്ധത്തിൻ്റെ കുരുക്കിൽപ്പെട്ടിരിക്കുന്ന പെൺകുട്ടികൾക്കൊരു വിടുതൽ കൊടുക്കണമേ. ആൺകുട്ടികൾക്കൊരു വിടുതൽ കൊടുക്കണമേ. കർത്താവേ, ഹൃദയം തകർന്ന മാതാപിതാക്കന്മാർക്കൊരു ആശ്വാസം കൊടുക്കണമേ. കർത്താവേ, സ്വർഗത്തിൻ്റെ വലിയൊരു ഇടപെടൽ ഇവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ ബന്ധിച്ചിരിക്കുന്ന വിജാതീയ ദുരാത്മാക്കളുടെ അരൂപികളെ യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കുന്നു. പൈശാചിക ശക്തികൾ യേശുനാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ തിരുരക്തത്താൽ അഭിഷേകം ചെയ്യുന്നു. ദൈവമാതാവേ, രക്ഷിക്കണമേ, സഹായിക്കണമേ. ആമേൻ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും